ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാം അലൈൻമെൻറ്റ്സിനെ കേട്ടോ. അതായത് ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് വരുന്നത്. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അലൈൻമെൻറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അലൈൻമെൻറ്റ്സിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അലൈൻമെൻറ്റ്സ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഹോം ടാബ് ഫസ്റ്റ് എടുത്തതിന് ശേഷം ഹോം ടാബിലാണ് നമുക്ക് അലൈൻമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, റിബണിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഫോൺസിന് തൊട്ടടുത്തായിട്ടാണ് അലൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റിബണിനെ എഡിറ്റ് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ റിബൺ കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇല്ല എന്നാണെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു റിബൺ കസ്റ്റമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടാബ് കസ്റ്റമൈസ് ചെയ്യണം എന്നാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അലൈൻമെൻറ്റ്സിൽ വരുന്ന നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പ്, മിഡിൽ, ബോട്ടം, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ഓറിയൻറ്റേഷൻ, ഡിക്രീസ് ഇൻറ്റൻറ്റ്, ഇൻക്രീസ് ഇൻറ്റൻറ്റ്, റാപ്പ് ടെക്സ്റ്റ്, മേർജ് ആൻഡ് സെൻറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അലൈൻമെൻറ്റിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി സിമ്പിളായിട്ട് അലൈൻമെൻറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഡാറ്റയുടെ പൊസിഷൻ മാറ്റുക അല്ലെങ്കിൽ ഡിറക്ഷൻസിനെ മാറ്റുന്നതിനെ പറയുന്നതാണ് അലൈൻമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ഡാറ്റ കൊടുക്കുന്നത് സാമ്പിൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സാമ്പിൾ ഡാറ്റ. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുക്കുന്ന ആ ഒരു ഫങ്ഷൻസ് എങ്ങനെയാണ് ശരിക്ക് വർക്കിംഗ് ആവുന്നത് എന്നുള്ളത് കാണാനായിട്ട് ഞാനൊന്ന് നമ്മളുടെ കോളവും റോയും ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ടോപ്പ് അലൈൻമെൻറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അലൈൻമെൻറ്റിൽ നമുക്ക് ഒത്തിരി ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പ് എന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് എങ്ങോട്ട് നീങ്ങുന്നതാണ്, മുകളിലോട്ട് നീങ്ങുന്നതാണ്. ഇനി അതല്ല, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് മിഡിലോട്ടാണ് നീങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടത് മിഡിലായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മിഡിലിൽ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ബോട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയായിട്ടാണ്, ഒരു സെല്ലിന്റെ ഏറ്റവും താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വേണ്ടത് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബോട്ടം എന്ന് സെലക്ട് ചെയ്യാം. ഇനി എനിക്ക് ഈ ഒരു ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ആയിട്ട്, സെൻറ്റർ ആയിട്ട്, റൈറ്റ് ആയിട്ടൊക്കെ എനിക്ക് കാണിക്കണമെന്നാണെങ്കിൽ ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ ഒന്നുകൂടെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആദ്യം റൈറ്റിൽ നിന്ന് കാണിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഡാറ്റ കിടക്കുന്നത് എങ്ങനെയാണ്, ബോട്ടത്തിലാണ് കിടക്കുന്നത്. ഈ ബോട്ടത്തിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അടുത്ത ഒരു അലൈൻമെന്റ് കമ്പൈൻ ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം ബോട്ടമിലാണ് ഓൾറെഡി നമ്മളുടെ ഡാറ്റ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ ഡാറ്റ എന്നുള്ള ഒരു ടെക്സ്റ്റ് കിടക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ഡാറ്റനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ ബോട്ടം റൈറ്റിലാണ് വരുന്നത് ഉണ്ടാവുക. കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഡാറ്റ എന്തായിട്ടുണ്ട്, ബോട്ടം റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിന് സെന്ററിലോട്ട് മൂവ് ചെയ്യണം. മിഡിൽ അല്ല, സെന്റർ ആണ് വരുന്നത്. സെന്ററിലോട്ട് മൂവ് ചെയ്യണം എന്നാണെങ്കിൽ എന്താണ് വരുന്നത്, കണ്ടോളൂ. ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഇത് ബോട്ടം സെന്റർ ആണ് വരുന്നത്. ഞാൻ നേരത്തെ മിഡിൽ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു മിഡിലിന്റെ എക്സാക്റ്റ് ആയിട്ട് കാണിക്കണം എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടെ ഡ്രാഗ് ചെയ്ത് കാണിച്ചു തരാം. ഇത് സെന്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇനി മിഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഇത് മിഡിലുമാണ് സെന്ററിലുമാണ്. ഓക്കെ, ഇതാണ് സെന്റർ വരുന്നത്, ഇതാണ് മിഡിൽ എന്ന് പറയുന്നത്. മിഡിൽ എന്ന് പറയുമ്പോൾ നേർപകുതി. നമ്മൾ ജസ്റ്റ് ഇതിന് ഒന്ന് ബെറ്റർ എന്താ പറയുക, ഒരു സിമെട്രിക്കൽ ഷേപ്പിൽ വേർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമ്മൾ ലൈന് വരക്കുകയാണെങ്കിൽ ആ ഒരു പിൻ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാകുമല്ലോ, രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാകുമല്ലോ, കൂടിച്ചേരുന്ന ഒരു പോയിന്റ്. അതാണ് ശരിക്കും മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് നേർപകുതിയായിട്ട് വരുന്നതാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഡാറ്റ വരുന്നത് എങ്ങനെയാണ്, സാമ്പിൾ ഡാറ്റ വരുന്നത് സെൻറ്ററിലുമാണ് മിഡിലുമാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഡാറ്റനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡാറ്റ കിടക്കുന്നത് മിഡിലാണ്. അപ്പോൾ ഈ ഒരു മിഡിലിൻ്റെ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുക കേട്ടോ.
ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലൈൻമെന്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്കിംഗ് ആവുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളതാണ്. നമ്മളുടെ ടെക്സ്റ്റിന് നമുക്ക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മളുടെ ആ ഒരു റൈറ്റിംഗ് ടെക്സ്റ്റിന്റെ ഡിറക്ഷൻസിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. ഇനി എനിക്ക് ഈ ഒരു ടെക്സ്റ്റിനെ വേണമെങ്കിൽ വേർട്ടിക്കൽ ആക്കാം, വേർട്ടിക്കൽ അപ്പ് ആക്കാം, വേർട്ടിക്കൽ ഡൗൺ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗണൽ ആക്കിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ എനിക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾക്കിത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓറിയന്റേഷൻ കാണിക്കാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് എടുക്കേണ്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയേ, ഇവിടെ ആങ്കിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നുള്ളതുണ്ട്, ആങ്കിൾ ക്ലോക്ക് വൈസ് ഉണ്ട്, വേർട്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ട്, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് ഉണ്ട്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെല്ലിൻ അലൈൻമെന്റിനെ ഫോർമാറ്റ് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ടെക്സ്റ്റിനെ ജസ്റ്റ് ഒന്ന് വേർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നാണെങ്കിൽ ഞാൻ ഇതിനിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നെങ്കിൽ എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വേർട്ടിക്കൽ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇപ്പം ഞാൻ ഈ ഒരു കൊടുത്ത ഈ ഒരു ഓറിയന്റേഷൻ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഓറിയന്റേഷൻ എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വേർട്ടിക്കൽ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആക്ച്വൽ ആയിട്ട് വരുന്ന, അതായത് ഞാൻ എന്താണോ ആദ്യം കൊടുത്തിട്ടുള്ള ഡാറ്റ, ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന് തന്നെ വീണ്ടും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻറ്റ് ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുക. ഓക്കെ, ഇൻറ്റൻറ്റ് ഡിക്രീസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻറ്റൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ ഒരു സെല്ലിനെ നമ്മൾ എത്ര എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യാം, അതിൻ്റെ ആ ഒരു പൊസിഷനെ മൂവ് ചെയ്യാവുന്നതാണ്. അതാണ് ഇൻറ്റൻറ്റ് ഇൻക്രീസ് ചെയ്യുക, ഇൻറ്റൻറ്റ് ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു സെല്ലിൻ്റെ എന്താ പറയുക, ബോർഡറായിട്ട് നമ്മൾ കൂടുതൽ ക്ലോസ് ആക്കി കൊടുക്കുന്നതിനെ പറയുന്നതാണ് ഇൻറ്റൻറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, കണ്ടു, ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. എന്താണ് ടെക്സ്റ്റ് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്, ഹലോ മൈ വേൾഡ്. ഓക്കെ, ഹലോ മൈ വേൾഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്ത സമയത്ത് ഈ ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ I11 എന്ന് പറയുന്ന ഈ ഒരു സെല്ലില് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നില്ല, പാർഷ്യൽ ആയിട്ട് ജെ എന്ന് പറയുന്ന സെല്ലിൽ ഇത് ഫീൽ ചെയ്യുന്നത്, ഐ മീൻ കിടക്കുന്നത് പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആക്ച്വലി ഈ ഒരു ഡാറ്റ I11 തന്നെയാണ് വരുന്നത്, പക്ഷെ നമുക്ക് ഇതൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് അല്ലാതെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് എന്താണ്, നമ്മളിവിടെ നമ്മളുടെ കോളം ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒരു വേണ്ടത്ര സ്പേസ് വരെ സെറ്റ് ചെയ്യാം അല്ലെ. പക്ഷെ നമുക്കിവിടെ കോളം ഡ്രാഗ് ചെയ്യണ്ട, നമുക്ക് ഇതൊരു ഡബിൾ ലൈനിലായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സെല്ലിൽ തന്നെ കാണിക്കണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റിനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ഇവിടെ റോന്റെ ആ ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്, കോളം എക്സ്പാൻഡ് ആയിട്ടില്ല. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇതാണ് റാപ്പ് ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് മേർജ് ആൻഡ് സെന്റർ എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. മേർജ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ഒന്നാക്കും. ഓക്കെ, ഞാൻ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. രണ്ട് സെല്ലിനെ നമ്മളിവിടെ ഒന്നാക്കുന്നതിനെ പറയുന്നതാണ് മേർജിങ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഡേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ഡേറ്റ് സെലക്ട് ചെയ്തു. രണ്ട് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് ലെഫ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് മേർജ് ചെയ്യാവുന്നതാണ്. ലൈക്ക് മേർജ് ആൻഡ് സെന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് രണ്ടും മേർജ് ചെയ്തിട്ട് ഒരൊറ്റ സെല്ലായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതല്ല, എനിക്ക് മാറ്റിയിട്ട് മേർജ് സെൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ മീൻ ഞാൻ വേറെ ഏതെങ്കിലും ഒരു രണ്ട് സെല്ല് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ എടുത്തിട്ട് മേർജ് സെൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, വീണ്ടും ഇത് മേർജ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് തൊട്ടടുത്ത് വരുന്ന അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സെൽസിനെ നമുക്കൊരു സിംഗിൾ സെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്, മേർജിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് അലൈൻമെന്റ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്.
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമ്പർ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്